അറസ്റ്റാണ് സാറേ. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വരൂ. ചാർജ് എന്താണ് സാർ? ഒരു സൈബർ DSP ആയിരുന്ന സനല് സർവീസിലിരിക്കുമ്പോൾ സീഡാക്ക് പോലുള്ള ഒരു ഏജൻസിയെ പണം കൊടുത്ത് സ്വാധീനിക്കാൻ ശ്രമിച്ചു. ഒരു പാവം പിടിച്ച സ്ത്രീയുടെ ജീവിതം നശിപ്പിച്ചു. ഇതൊക്കെ ആൻസി വർഗീസ് ഉണ്ടാക്കുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങളാ. ഇതിന് തെളിവൊന്നുമില്ല സാറേ. എന്റെ സനലെ ഇയാൾ ഇത്ര മണ്ടനായത് കൊണ്ടല്ലേ ആ ചിത്രയുടെ വാക്ക് കേട്ടുകൊണ്ട് സർവീസിനൊക്കെ പേരുദോഷം ഉണ്ടാക്കിയത്. എന്റെ സനലെ നിങ്ങൾക്കിനി കൗണ്ടർ ചെയ്യാൻ ഒന്നുമില്ല. ഒന്നും ഞങ്ങളുടെ മര്യാദ കൊണ്ട് മീഡിയക്കാരെ അറിയിച്ചില്ല. പക്ഷേ പത്രക്കാരെയും മീഡിയക്കാരെയും വിശ്വസിക്കുന്നതിനപ്പുറത്ത് നമ്മുടെ പബ്ലിക്ക് KGS ഈവനിങ്സിനെയും ആൻസി വർഗീസിനെയും വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ വാർത്ത അവരങ്ങ് ഏറ്റെടുത്തോളൂ. ഒരു ഉടുപ്പിട്ടുണ്ട് വാ. ചെല്ലേ. സാർ, ഞാൻ വൈഫിനെ ഒന്ന് വിളിച്ച് പറഞ്ഞോട്ടെ. അതൊക്കെ ഞങ്ങൾ സംസാരിച്ചോളാം. പിന്നെ ഒരുങ്ങൊന്നും വേണ്ട, ഒരു ഉടുപ്പിട്ടിഞ്ഞ് പോന്നാ മതി. സാറേ, വിജിലൻസ് ഓഫീസേഴ്സ് വന്നിട്ടുണ്ട്. അറസ്റ്റാ. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ. വിളിക്കാം. സാറേ, ചാർജ് ഷീറ്റിൽ വേറെ ആരൊക്കെ ഉണ്ട്? അറിയാലോ. പറ, സഹായിച്ചത് ആരൊക്കെ? ഇയാളെ സീഡാക്കിൽ സഹായിച്ചത് ആരൊക്കെ? സിസ്റ്റം അനലിസ്റ്റ് വിജയലക്ഷ്മിയും അസിസ്റ്റന്റ് കല്യാണരാമനും. അത് ഉറപ്പാണല്ലോ. സാറേ, അവർ രണ്ടുപേരാ കുഴപ്പക്കാര്. അവർ രണ്ടുപേരാ. എന്നാലേ ആ കുഴപ്പക്കാർ രണ്ടുപേരും ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. വാ സാറേ, എന്റെ വീട് പൂട്ടില്ല. അരുണേ, വീട് പൂട്ടി കീഞ്ഞെടുത്തോ. ചിലപ്പോ ഒരു റെയ്ഡ് വേണ്ടി വരും. വരൂ. പ്രസാദേ, വാർത്തക്ക് വെള്ളം വെച്ചേക്കണേ. ശരി സാറേ. സാറേ കൊണ്ടോ പ്രൊമോഷൻ ആണോ? സാറേ, സാറ് ബാക്കി ഇരുന്നാൽ മതി. സാറിന് അവിടെ ഇരിക്കാനുള്ള യോഗ്യതയുള്ളൂ. നിങ്ങൾ ജൂനിയേഴ്സ്, ഞങ്ങളിപ്പോ സീനിയേഴ്സാ സാറേ. സാറ് കയറിയാട്ടെ. ചെന്ന് കയറി. അതൊന്നും തുറന്നേ. വലത് കാല് വെച്ച് കയറിയട്ടെ സനൽ സാറേ. ഫോണൊന്നും ഇപ്പം ചെയ്യണ്ട. അതിങ്ങ് തന്നെ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കോടനാട് കേസുമായി ബന്ധപ്പെട്ട DYSP രാജ്മോഹന്റെ അന്വേഷണം പുതിയ വഴിത്തിരിവിലേക്ക്. പരാതിയിൽ പറഞ്ഞതുപോലെ അന്വേഷണത്തിൽ ഇടപെടുകയും സീഡാക്ക് പോലെയുള്ള അന്വേഷണ ഏജൻസിയെ സ്വാധീനിക്കുകയും ചെയ്തതിന്റെ വ്യക്തമായ തെളിവുകൾ ലഭിച്ചിരിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുൻ സൈബർ DYSP സനൽകുമാറിനെയും സിസ്റ്റം അനലിസ്റ്റുകളായ വിജയലക്ഷ്മിയെയും കല്യാണരാമനെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ആൻസി വർഗീസിന്റെ ധീരമായ പോരാട്ടത്തിന് തടസ്സം നിന്നവരെയും വ്യാജ പ്രചരിപ്പിച്ചവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള രണ്ടാം പോരാട്ടത്തിന്റെ തുടക്കമാണ്. ആൻസി വർഗീസിന്റെ പോരാട്ടമാണ് എങ്ങും ചർച്ച ചെയ്യപ്പെടാതെ പോയ വ്യാജ വീഡിയോ കേസ് ജനശ്രദ്ധയിൽ കൊണ്ടുവന്നത്. അതുവഴി കോടനാട് കേസും ഇനി അങ്ങോട്ട് ചർച്ച ചെയ്യപ്പെടുകയാണ്. സ്വന്തം വീട്ടിൽ വെച്ചാണ് സനൽകുമാറിനെ അറസ്റ്റ് ചെയ്തത്. നാളെ രാവിലെ 10 മണിക്ക് മൂവരെയും കോടതിയിൽ ഹാജരാക്കും. ജനങ്ങൾ അങ്ങേയറ്റം വിശ്വാസത്തിലെടുക്കുന്ന സീഡാക്ക് പോലെയുള്ള സ്ഥാപനത്തെ കളങ്കപ്പെടുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു വിട്ടുവീഴ്ചയും പാടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കേസിൽ എത്രയും വേഗം സത്യസന്ധമായ അന്വേഷണം തന്നെ നടത്തണം. പ്രതികളെ പുറത്തു കൊണ്ടുവരണമെന്നും മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഇന്ത്യയിലെ മുഴുവൻ സ്ത്രീകൾക്കും മാതൃകാപരമായ മുന്നേറ്റമാണ് ആൻസി വർഗീസ് നടത്തിയതെന്ന് ദേശീയ വനിതാ കമ്മീഷൻ ആദ്യം മൂത്താളങ്ങ് പോകും. മറ്റത് രണ്ട് ഇരകളല്ലേ, പൈസ കൊടുത്താ വീഴുന്നവര്. പൈസ കൊടുത്താലേ ഈ മനസാക്ഷി ഇല്ലാത്ത നിർഗാടി കാണിക്കാമോ? ഒരു സ്ത്രീയുടെ പേരോട് പറയുന്നുണ്ടല്ലോ, അതാരാ?
സിസ്റ്റർ അനലിസ്റ്റ് വിജയലക്ഷ്മി. എന്നാണ് ആ, പോട്ടെ. എല്ലാം കൂടെ അങ്ങോട്ട് പോട്ടെ. ഇത്തരം കുറ്റകൃത്യങ്ങൾ ഇയാൾ എല്ലാം കൂടെ നടത്തുന്നുണ്ടോ പോട്ടെ. എന്നും വിജിലൻസ് അന്വേഷിക്കുന്നു. ആൻസി വർഗീസിനെതിരായ വ്യാജ വീഡിയോ കേസ് ചമയ്ക്കുന്നതിൽ ഇയാൾക്ക് കൂടുതൽ അമ്മയുടെ പേരിൽ വീഡിയോ ഉണ്ടാക്കിയത് ഇയാളാണോ? ഇപ്പോൾ അയാളുണ്ട് മോനെ അതില്. വിശദമായി ചോദ്യം ചെയ്താൽ മാത്രം ഇയാള് പോലീസല്ലേ? പോലീസ് ഇങ്ങനെ ചെയ്യോ? ചിലരൊക്കെ ഇങ്ങനെയാ മോളെ. പാലിക്കേണ്ടവർ തന്നെ നിയമം ലംഘിക്കുന്നത് കൊള്ളാം, കൊള്ളാം. വൻ വീഴ്ചയാണ് എന്ന പല്ലവി വിമർശനവും സനൽ സാറിനെ കൊണ്ടുപോകുന്നുണ്ടോ? KGS ഈവനിങ്സിന്റെ നിയമ പോരാട്ടമാണ് പ്രതികളെ പിടികൂടാൻ ഏറെ സഹായകരമായത്. ഇതൊക്കെ എന്നേ പോണ്ടതാ. എല്ലാം പോവും. മമ്മിയും പപ്പയും ഓരോന്നോരോന്നും പോവും. നിയമ പോരാട്ടവും വലിയ പ്രശംസയാണ് ഏറ്റുവാങ്ങുന്നത്. ഡിവൈഎസ്പി സനൽകുമാറിന്റെ അടുത്ത ബന്ധുക്കളുടെ സ്വത്തുവിവരങ്ങളെ സംബന്ധിച്ചുള്ള അന്വേഷണവും ഇതിനോടൊപ്പം നടക്കും. ഇതിൽ പലതും സനൽകുമാർ ബിനാമി പേരിൽ വാങ്ങിക്കൂട്ടിയതാണെന്ന് വിജിലൻസിന് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് അന്വേഷണം. ദാ, സനൽ സാർ പോകുന്നത് കണ്ടോ? മോളെ, ഇങ്ങോട്ട് നോക്കിയേ. ദാണ്ട പോകുന്നു. കാര്യവും അന്വേഷണ പരിധിയിലുണ്ട്. കണ്ടോ? തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി മറ്റു വാർത്തകളിലേക്ക്. കേരളത്തിൽ പച്ചക്കറി വില കുതിച്ചുയരുന്നു. നമ്മുടെ ആർട്ട് ഫിലിം കമ്പനിയുടെ MD ആ ഹോട്ടലിലുള്ളത്. ഈ നാഷണൽ ക്ലയൻസിനൊക്കെ പ്രൊഡക്റ്റുകൾ ചെയ്യുന്ന പാർട്ടിയാ ഒഡേസ. കേട്ടിട്ടില്ല നീ? ഉണ്ട്. അവരാണോ കമ്പനി? ഈ ഹിന്ദി നടന്മാരും നടിമാരും അതന്നെ. ഇത് കിട്ടിയാ നിങ്ങൾ രക്ഷപ്പെട്ടുട്ടാ. പിന്നെ ഇപ്പൊ താമസിക്കുന്ന വീട് സൗകര്യം കുറവാണെങ്കിൽ പറയണോട്ടാ. എന്റെ ഫ്ലാറ്റ് കിടക്കണ്ട്, നമുക്ക് അങ്ങോട്ട് മാറാം. വേണ്ട, മോക്ക് സ്കൂളിൽ പോവാ ഇതാ സൗകര്യം. വലിയ ദൂരം ഇല്ലല്ലോ. ആ, അന്നായിക്കോട്ടെ. ആ, ഇറങ്ങാനി. ഇറങ്ങലക്സ്. ഇങ്ങോട്ട് വാ. വാ. അതെ ആനി, നിങ്ങളിവിടെ വെയിറ്റ് ചെയ്. സാറ് മോർണിംഗ് ഫ്ലൈറ്റിന് ഇവിടെ എത്തിയിട്ടുള്ളൂ. സാറ് ഫ്രീ ആണോ എന്ന് നോക്കട്ടെ ഞാൻ. നിങ്ങളിവിടെ ഇരിക്കി. ആനി ഇരിക്കി. അതെ ആനി, ജ്യൂസോ കോഫിയോ എന്തെങ്കിലും വേണോ? വേണ്ട. അലക്സ നിനക്കോടാ? ഒന്നും വേണ്ട. എന്നാ സാറ് ഫ്രീ ആണോന്ന് ഞാൻ നോക്കട്ടെ. നിങ്ങൾ ഇരിക്കി. സാറ് മുകളിലുണ്ടാ? ഉണ്ട് സർ. ആ, നീ എന്തിനാടി ടെൻഷൻ അടിച്ചോണ്ടിരിക്കുന്നേ? സ്മാർട്ടായിട്ടിരിക്കോണ്ട്. നീയല്ലേ എപ്പോഴും പറയുന്നേ ഇരിപ്പിലും നിപ്പിലും ഒക്കെ ഒരു കോൺഫിഡൻസ് വേണമെന്ന്. എനിക്കതില്ല എന്ന്. കോൺഫിഡൻസ് ഒക്കെ ഉണ്ട് അച്ചായ, എന്നാലും ഒരു ടെൻഷൻ. എടീ, നിന്റെ ചേച്ചിയോടുള്ള വാശി മാത്രം നിന്റെ മനസ്സിൽ വന്നാൽ മതി. ടെൻഷനൊക്കെ അങ്ങ് പോവും. നിന്റെ ചേച്ചിയുടെ ഇപ്പോഴത്തെ നിലയും വിലയൊക്കെ കണ്ടോ? ഇപ്പൊ നാണം കെട്ട് നിൽക്കുന്നതേ നമ്മളാ. ഇനി തിരിച്ച് തോണിക്കരയിലോട്ട് കയറണമെങ്കിലേ ആൻസി വർഗീസിനേക്കാൾ പേരും പെരുമയും അംഗീകാരമൊക്കെ വേണം. ആനി വർഗീസിന്റെ ചേച്ചിയാണ് ആൻസി വർഗീസ് എന്ന് നാട്ടുകാർ പറയണം. അതിനുള്ള അന്തസ്സും വിലാസവും നീ ഉണ്ടാക്കണം. എനിക്ക് തോണിക്കര ആനി വർഗീസ് എന്ന വിലാസമൊന്നും വേണ്ട. ഉള്ള ജോലി ഇട്ട് കളഞ്ഞിട്ടാ വന്നേക്കുന്നത്. ഇതുവരെ അതും ശരിയായിട്ടില്ല. ഇനി ഇതുകൂടെ ശരിയായില്ലെങ്കിൽ ഞാൻ ചത്തു കളയുന്ന നല്ലത്. എടി, നിന്റെ ചേച്ചിയെ ഇപ്പൊ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി.
നിനക്ക് ജോലി എവിടെ വേണമെങ്കിലും കിട്ടും. പക്ഷേ നമുക്കത് വേണ്ട. നമുക്ക് നമ്മുടേതായ വഴി പോയി വിജയിച്ച് കാണിച്ചു കൊടുക്കണം. ഇത് കൊള്ളാവോ ഇച്ചായ? നിനക്ക് ഇത്രയും വലിയ സൗന്ദര്യം ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അതെ, നമുക്ക് മുകളിലോട്ട് പോവാട്ടാ. ഡാലക്സേ, നീ വണ്ടി എടുത്തിട്ടേ നമ്മുടെ ക്യാമറമാനൊക്കെ താമസിക്കുന്ന ഹോട്ടലിലേക്ക് ചെല്ല. മൂപ്പർക്ക് നമ്മുടെ പപ്പനാവസാമിനെ തൊഴണമെന്ന്. ആളൊരു തെലുങ്കനാ. നീയേ കൊണ്ടുവന്നാക്കിട്ട് നേരെ ഇങ്ങോട്ട് പോന്നാ മതി. ഇവിടെ അല്പം ലേറ്റ് ആവും. എന്നാ പിന്നെ ആയിക്കോട്ടെ. അച്ചായ, അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ 4 മണിക്ക് മോളെ സ്കൂളിൽ നിന്ന് വിടും. അപ്പൊ നമുക്ക് ഒരുമിച്ച് അങ്ങ് പോവാം. ആ, അത് നന്നായിട്ടാ. അല്ലെങ്കിൽ കൊച്ചു സ്കൂള് വിടുമ്പോ അവിടെ നിക്കണ്ടാവരും. നീ മോളെ കൂട്ടിട്ട് ഇങ്ങോട്ട് പോരെ. ഇതാ പൈസ ഉണ്ടാ? അതെ, പേഴ്സ് വണ്ടിയിലുണ്ട്. ഈ ആവശ്യത്തിന് എടുത്തോ കാശ്. പോട്ടെ. ആനി വാ. ഏയ് വാ. വാനി. ഏയ് നീ പേടിക്കണ്ട. ഏയ് പേടിക്കണ്ടേ. അതെ ആനി, ഇവര് നല്ല ടീമാട്ടാ. ഒന്ന് കണ്ണടച്ചു നിന്നാ നീ അതോടുകൂടി രക്ഷപ്പെടും. അതെ, ചേച്ചിയുടെ മുന്നില് തോറ്റ് തിരിച്ചു ചെന്ന് കയറാൻ പറ്റോ? ഇല്ലല്ല. ആ, ചേച്ചി ഇപ്പൊ വലിയ താരമായിട്ട് നിക്കല്ലേ, അതിനേക്കാൾ വലിയ താരമാവണം എനിക്കും. ആ ഭാഷ നിനക്ക് വേണ്ടത്. നിനക്ക് നല്ല ഭാവിയുള്ള ആളാ. വാ വാ. വാ ഇരിക്കി. MD സാർ അപ്പുറത്തെ മുറിയിലാട്ടാ. ഞാനിങ്ങോട്ട് പറഞ്ഞു വിടാം. സംസാരിക്കാനുള്ളത് നിങ്ങൾ തമ്മിൽ സംസാരിച്ചാ മതി. സാർ മാത്രമുള്ളൂ ഇവിടെ? അത് ഭാഗ്യായി. ഉച്ചവരെ സാർ ഫ്രീയാ. അല്ലെങ്കിൽ സാറിന് സംസാരിക്കാൻ പോലും സമയം കിട്ടില്ല. ഞങ്ങളുടെ ഇരുന്നോ, ഞാൻ സാറിനിപ്പോ വിളിക്കാം. ഇരിക്കാനീ. ആള് വന്നോടോ? വന്നു. അതെ, വേറെ ആരും ഇല്ലല്ലോ. അവളുടെ ഭർത്താവ് ഉണ്ടായിരുന്നു, അയാളെ ഒഴിവാക്കി. അതെ, എല്ലാം സാറിന്റെ മിടുക്ക് പോലെ ഇരിക്കൂട്ടാ. എടോ ബേബി, ഞാനിത് അന്നേ എന്റെ മനസ്സിൽ കരുതിയതാ. ഇവിടെ ചേച്ചി നമ്മുടെ കമ്പനിക്ക് ദോഷം ചെയ്തിട്ട് പോയതല്ലയോ. അനിയത്തെ കൊണ്ടെങ്കിലും പരിഹാരം ഉണ്ടാക്കണം. ഇവള് റെഡിയാണെങ്കിൽ എന്റെ അടുത്ത പടത്തിൽ നായിക ഇവള് തന്നെ ആയിരിക്കും. അങ്ങനെ വേണം സാറേ, ആ വാശി വേണം. അതെ, ആ പഴയ അനുഭവം മനസ്സിൽ വേണോട്ടാ. ആ ആൻസിയുടെ ചോര ഇതും. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. താൻ ചെല്ല്. ഇനി സാറ് റിങ് ചെയ്താലേ ഞാൻ ഡോറിന്റെ ബെല്ലടിക്കൂ. ബേബി, താൻ എവിടെ വേണേലും പൊക്കോ. സന്ധ്യയായിട്ട് വന്നാ മതി. ചെല്ല് ചെല്ല് ചെല്ല്. ആനി, എനിക്കണ്ട, അവിടെ ഇരുന്നോ, അവിടെ ഇരുന്നോ. അതെ, സാറിപ്പ് വരൂട്ടാ. എനിക്ക് 1-2 കോളുകൾ ചെയ്യാൻട്ടാ. ഞാൻ എല്ലാ സാറിനോടും വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നോക്കിയേ, എല്ലാം നിന്റെ മിടുക്കാ. നമുക്ക് വലിയ നടിയാവണ്ടേ. ഞാൻ TV വെച്ചരാം. അവിടെ ഇരുന്നോ, പേടിക്കണെന്തിനാ.
ദേ ടി വി വെച്ചിട്ടുണ്ട്, കണ്ടോണ്ടിരുന്നോ. ഞാൻ ജ്യൂസ് എന്തെങ്കിലും പറയാം. ഇപ്പൊ വരാം. നമസ്കാരം സാർ. നമസ്കാരം. എന്താ പേര്? ആനി വർഗീസ്. ആ ഇരിക്ക്. ആനി വർഗീസ്, ഈ പേര് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. സാറേ ശരിക്കും ആനി അലക്സ് എന്നാ. സാർ അങ്ങനെ വിളിച്ചാൽ മതി. ഈ ആനി വർഗീസ് എന്ന് കേട്ടപ്പം പെട്ടെന്ന് ഓർമ്മ വന്നത് ആൻസി വർഗീസിനെയാ. എനിക്ക് ആ പേര് കേട്ടാൽ തന്നെ ഇറിറ്റേഷനാ. ആൻസി വർഗീസിനെ സാറിന് അറിയോ? അറിയാമോന്നോ? അറിയാത്തത് ആരാ മോളെ ഉള്ളത്? ഒരു കാലത്ത് സിനിമയിൽ അഭിനയിക്കണമെന്നും പറഞ്ഞ് എൻ്റെ കൂടെ കൂടിയവളാ. എൻ്റെ 2 പ്രൊഡക്ഷൻ അവൾ നശിപ്പിച്ചിട്ട് പോയത്. ഞങ്ങളെ കുറെ കൊണ്ട് നടന്നതാ. എൻ്റെ കൂടെ ആയിരുന്നു പൊറുതി കുറേ കാലം. കല്യാണം കഴിച്ച് കൊച്ചുങ്ങളാന്നവരെ ഞങ്ങൾ തമ്മിൽ കുറച്ച് കണക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ഒരു ക്യാമറമാനെ കല്യാണം കഴിച്ചു പോയി. അവൻ രക്ഷപ്പെട്ടില്ല കേട്ടോ. പിന്നെ ഞാനായിട്ട് അതങ്ങ് വിട്ടുകളഞ്ഞു. അത്രയ്ക്ക് പേര് ദോഷമായില്ലയോ? അതാ പിന്നെ അടുപ്പിക്കാതിരുന്നത്. നമ്മൾ നാറിപ്പോത്തില്ലേ മോളെ? പക്ഷെ ആൻസി വർഗീസ് ഇപ്പൊ കുഴപ്പക്കാരിയല്ലാന്ന് പ്രൂവ് ചെയ്ത് കണ്ടില്ലേ സാറ്? ചുമ്മാ അവരെ ചതിച്ചതാന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? ചുമ്മാതാ മോളെ, ചുമ്മാ. അതൊക്കെ വെറും തട്ടിപ്പ്. ഏതോ ഒരു പത്രക്കാരനല്ലയോ ആ KGS, ആൻസി വർഗീസിനെ മിടുക്കിയായി കാണിക്കാൻ വേണ്ടിയാ അവൻ അങ്ങനെ ചെയ്തത്. സത്യമെന്നാണെന്നുള്ളതേ ഞങ്ങൾ കൂടെ കിടന്ന കുറച്ച് പേർക്ക് അറിയത്തുള്ളൂ. ഇപ്പം നമ്മൾ വല്ലതും പറഞ്ഞ ആൾക്കാർ നമ്മളെ ചീത്ത വിളിക്കും. മോളെ, ഇയാൾ എന്തിനാ ഇതൊക്കെ ആലോചിച്ച് നമ്മുടെ സമയം കളയുന്നത്? ഞങ്ങളുടെ കമ്പനിക്ക് കുറെ നാഷണൽ കറൻസിൻ്റെ ആഡ് ചെയ്യാനുണ്ട്. അതിൽ ചിലതൊക്കെ നിനക്ക് മാച്ച് ചെയ്യും. മോളെ, ആ മുടി ഒന്ന് അഴിച്ചിട്ടേ. ഒരല്പം തിരിഞ്ഞ ഇങ്ങോട്ട്. എഴുന്നേറ്റേ മോളെ, മോളെ എഴുന്നേറ്റ്. ആ ഇങ്ങോട്ട് ചരിഞ്ഞ്. ആ അങ്ങോട്ട് നടക്ക്. പതുക്കെ പതുക്കെ. റാമ്പിലൊക്കെ നടക്കത്തില്ല അതുപോലെ. പതുക്കെ പതുക്കെ. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. ആ ആ തിരിഞ്ഞു നടന്നേ. ഗുഡ് ഗുഡ്. മുമ്പോട്ട് പോ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഇല്ല, ഒന്നുകൂടെ തിരിഞ്ഞ്. മോളൊന്നുകൂടെ പോയിട്ട് വാ, ഒന്നുകൂടെ പോയിട്ട് വാ. റാമ്പിൽ നടക്കുന്നവർ നടക്ക്. ആ പയ്യെ പയ്യെ. ആ ആ ആ. വാ 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 വാ, ഇങ്ങോട്ട് വാ വാ. ഞാൻ അടുത്ത് വാ. മതിയോ സർ? അടുത്തോട്ട് വാ, അടുത്തോട്ട് വാ മോളെ. ഞാനല്ലേ വിളിക്കുന്നത്. അടുത്തോട്ട് വാ. വാ വാ മോളെ. എടി, നീ ആൻസി വർഗീസിന്റെ അനിയത്തിയാണെന്ന് അറിഞ്ഞോണ്ട് തന്നെയാണ് നിന്നെ വിളിച്ചോണ്ട് വന്നത്. ബേബി എന്നെ പറഞ്ഞ് മോഹിപ്പിച്ചതാ. എന്നിട്ട് നീ അഭ്യാസം കാണിക്കുന്നു. നീ മര്യാദയ്ക്ക് നിന്ന് നിന്നെ ഞാൻ രക്ഷപ്പെടുത്തും. വാ വാടി ഇങ്ങോട്ട്. വാ വാ വാടി. വരാനില്ലേ പറഞ്ഞു. വാടി ഇങ്ങോട്ട്. വരാനില്ലേ പറഞ്ഞു. വാടി വാടി ഇങ്ങോട്ട്. ഇങ്ങോട്ട് വരാന് പിടിച്ച് വലിക്കാൻ. വാടി ഇങ്ങോട്ട് വന്നേ.
എടീ ആനി എന്തു പറ്റി? പന്തളം ബേബി, നിനക്ക് അയാളെ അറിയത്തില്ലേ? നിന്നെ കൊണ്ടുവന്ന ഞാൻ കണ്ടു. ഞാൻ വാച്ച് ചെയ്യായിരുന്നു. അലക്സ് എവിടെ? എങ്ങോട്ട് പോയി? ആ നീ ഇങ്ങോട്ട് വാ. വന്നേ. നടക്ക്. ആനില്ലേ? അയ്യോ, പങ്ങേർക്കെന്ത് പറ്റി? സാറേ, ചക്രപാണി സാറേ.